കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി.ജെ.പിയും പണം കൊണ്ടുള്ള ആറാട്ടാണ് നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലത്തിലും ഈ പാർട്ടികൾ കോടികൾ ചെലവിടുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും തെരഞ്ഞെടുപ്പിൽ പണം ചെലവിടുന്നതിന് വലിയ പരിമിതികളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സാധാരണ CPIM ആശ്രയിക്കാറുള്ളത് ബഹുജനങ്ങളെയാണ്. കോർപ്പറേറ്റുകളിൽ നിന്നും വലിയ കമ്പനികളിൽ നിന്നും പാർട്ടിക്ക് സംഭാവന ലഭിക്കാറില്ല. പാർട്ടി സംഭാവന സ്വീകരിക്കാറുമില്ല. ബഹുജനങ്ങളെ ആശ്രയിച്ച് ഫണ്ട് ശേഖരണം നടത്തുന്ന പാർട്ടിക്ക് പ്രായോഗികമായി ചില വിഷമതകൾ അനുഭവപ്പെടാറുണ്ട്. പാർട്ടിക്ക് സംഭാവന നൽകണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളും പാർട്ടി ബന്ധുക്കളും പാർട്ടിക്ക് എങ്ങനെ എത്തിക്കും എന്നതിലുള്ള വിഷമം രേഖപ്പെടുത്താറുമുണ്ട്. മലയാളികൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് പാർട്ടിയെ സഹായിക്കാനുള്ള വിഷമതയാണ് പാർട്ടി ബന്ധുക്കൾ പാർട്ടിയെ അറിയിക്കാറുള്ളത്. ഈ വിഷമം പരിഹരിക്കാനാണ് പാർട്ടിയുടെ വെബ്സൈറ്റ് ഓൺലൈനിലൂടെ സംഭാവന സ്വീകരിക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞത്. ഇതിൽ ഡെബിറ്റ് കാർഡ് വഴിയും ക്രെഡിറ്റ് കാർഡ് വഴിയും സംഭാവന ചെയ്യാനാവും. അതോടൊപ്പം തന്നെ നെറ്റ് ബാങ്കിംഗ് ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, NEFT, RTGS ഇത്തരം സംവിധാനങ്ങളിലൂടെയും പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. വിദേശത്തുള്ള പാർട്ടി ബന്ധുക്കളടക്കം പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ സൗകര്യം ഉപയോഗിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പാർട്ടിയുടെ ഫണ്ട് വലിയ തോതിൽ ഫണ്ട് പാർട്ടിക്ക് ആവശ്യമില്ലെങ്കിലും കാലാനുസൃതമായി തെരഞ്ഞെടുപ്പ് ചെലവ് നിറവേറ്റാൻ പര്യാപ്തമാകുമാറ് ഫണ്ട് ഉയർത്താൻ എല്ലാവരും സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.